ഹലോ ഗൈസ്, ഇനി ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളാണ് കേട്ടോ. 3ഉം 4ഉമാണ് ജനുവരി പെരുന്നാൾ. ഇതാണ് ഞങ്ങളുടെ കാരമുക്ക് സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച്. അവിടെ സ്വിച്ച് ഓൺ കർമ്മമാണ്. അതിൻ്റെ ലൈറ്റൊക്കെ തെളിയിച്ചു. നല്ല അടിപൊളിയായിട്ടില്ലേ? നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട്. കളർഫുള്ളായിട്ട് ലൈറ്റൊക്കെ ഇട്ട് ചെറിയ രീതിയിൽ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹിന്ദിയുടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ളത്. പിന്നെ അടിപൊളിയായിട്ടുള്ളൊരു ഫ്യൂഷൻ ഉണ്ടായിരുന്നു. തൃശ്ശൂർ ബാൻഡിൻ്റെയാണ്. നല്ല അടിപൊളിയായിരുന്നു. അതിൽ വയലിനും ഈ ചിങ്കാരികളും കൂടി വരുന്നൊരു ഫ്യൂഷൻ ഉണ്ട്. അത് അടിപൊളിയായിരുന്നു കേൾക്കാനായിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരും അവിടെ എത്തി എന്താ പറയുക, നമ്മളൊരു ഇതിലൊക്കെ ലയിച്ചു പോയി. അത്രയും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ സാക്സോഫോണിൻ്റെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കരിങ്കാളി എന്ന് പറയുന്ന ആൽബം അത് പാടിയിരിക്കുന്ന ആളാണത്. ഹിറ്റായിട്ടുള്ളൊരു ആൽബത്തിലെ ആളാണത്. ആളുണ്ടായിരുന്നു. പെർഫോമൻസ് അടിപൊളിയായിരുന്നു. നമ്മളൊക്കെ എന്താ പറയുക, അതിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അതുപോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. കുട്ടികളെയൊക്കെ വിളിച്ചു കൊണ്ടുപോയി സ്റ്റേജിൻ്റെ ഫ്രണ്ടിലെല്ലാം നിർത്തി എല്ലാവരും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എനർജറ്റിക് ആയിരുന്നു അവരുടെ ഇത്. പിന്നെ തലേദിവസം തന്നെ വൈകിട്ടായപ്പോഴത്തേക്കും നമ്മുടെ ബാൻഡ് സെറ്റൊക്കെ നമ്മുടെ വീടിൻ്റെ അതിൽ കൂടെ പോയി. അപ്പോൾ കുട്ടികളൊക്കെ എല്ലാവരും പടക്കം പൊട്ടിക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ് എല്ലാവരും. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് അത് കൊട്ടുകയാണ് അവർ. ഇപ്പം നമ്മൾ നേരെ പള്ളിയിലേക്ക് പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ലൈനായിട്ട് എല്ലാവരും പള്ളിയിലേക്ക് കയറേണ്ട സമയമായി. അപ്പോൾ അവിടെ കുറച്ച് നേരം ഓരോ വീടിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് കൊട്ടും അവർ. അതൊരു 25ഓളം വീടുകളുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും അതിൽ കൂടെ റോട്ടിൽ കൂടെ പോയി പള്ളിയിലേക്ക് ചെന്ന് ചേരുകയാണ് ചെയ്യുക. നമ്മൾ പള്ളിയിലെത്തി, പള്ളിയിലേക്ക് കൊണ്ടുപോവാണ്, കയറാണ്. അടിപൊളിയായിരുന്നു ഇന്നലത്തെ ആ ദിവസം. നല്ല ബാൻഡും നല്ല ചിന്താരികളും നമുക്ക് ഇത്രയും അവർ ഫുൾ ഡേ അല്ലേ. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഈ കുട്ടി കണ്ടത്. ഇപ്പോൾ സ്റ്റാറൊക്കെ ഇരിക്കാൻ കുറേ കുട്ടികളുണ്ടായിരുന്നു. അതുപോലെ അവരുടെ ഒരു നല്ല ദിവസമാണല്ലോ എല്ലാവരും. ഏതാണ് ശിങ്കാരി മേളം, എൻ്റെ അമ്മ പറയാൻ വയ്യ. അത്ര അടിപൊളിയായിരുന്നു. ഭയങ്കര എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എനർജി. ചാടിയിട്ടൊക്കെയാണ് അവർ കളിച്ചത്. എന്തൊരു എനർജിയാണ്. നല്ല രസമുണ്ടായിരുന്നു. 2 ടീമാണ് ഈ ചിങ്കാരി മേളത്തിൻ്റെ വന്നിരുന്നത്. ഇവർ ഏകദേശം ഒരു മണിക്കൂറോളം നിന്ന് കൊട്ടായിരുന്നു. അടിപൊളി, ഒന്നും പറയാനില്ല. അത്ര അടിപൊളിയാണ്. കേട്ട് നോക്കാം. നല്ല രസമാണ് അത്.
ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ പലതരത്തിലുള്ള പല കളറിലുള്ള പേപ്പറുകൾ അതിൻ്റെ ഒരു ബ്ലാസ്റ്റ് അതൊരു രസമുണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാ പൂരത്തിനും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ഗോറില്ലേനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ 2 ഗോറില്ലകളുണ്ട്. അത് ഈ കൊല്ലത്തെ ഒരു ആകർഷണമായിരുന്നു. അത് കഴിഞ്ഞ് നമുക്കൊരു ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി വൈകിട്ടാണ് പരിപാടി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് വാച്ച് ചെയ്തതിന്.